ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കുടമാറ്റത്തിനാണ് ഇന്നലെ രാജ്യം സാക്ഷിയായത്. ഇത് കേവലം ഒരു കൂറുമാറ്റമാണോ, അതോ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ സ്വാഭാവിക അന്ത്യമാണോ? പരിശോധിക്കാം. നിലവിലെ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ പഞ്ചാബിലെ AAP MLAമാർ തിരഞ്ഞെടുത്ത 7 രാജ്യസഭാ MP മാരും BJP പാളയത്തിലെത്തും. രാഘവ് ചദ്ദ ഇതിനോടകം തൻ്റെ നീക്കം വ്യക്തമാക്കി കഴിഞ്ഞു. അശോക് മിത്തൽ, സന്ദീപ് പഗ് എന്നിവരും പിന്നാലെ തന്നെയുണ്ട്. ഇവർക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം വരെ വാഗ്ദാനം ചെയ്യപ്പെട്ടതായാണ് സൂചന. ഇവിടെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഇവർ പെട്ടെന്ന് BJP അനുഭാവികളായി? ഇതിന് പിന്നിൽ 2 കാരണങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. 1, അധികാരത്തോടുള്ള മോഹം. 2, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഭീഷണി. അശോക് മിത്തലിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ED നടത്തിയ റെയ്ഡുകൾ നാം കണ്ടതാണ്. ലോറിക്കണക്കിന് രേഖകളാണ് അവിടെ നിന്ന് കൊണ്ടുപോയത്. ആ റെയ്ഡിന് പിന്നാലെയാണ് മിത്തലിന് BJPയോട് സ്നേഹം തോന്നിയത് എന്നത് ശ്രദ്ധേയമാണ്. ആം ആദ്മി പാർട്ടിയുടെ ഉദയം മുതൽ കേൾക്കുന്ന ഒരു ആരോപണമുണ്ട്. ഇതൊരു RSS ഓഫ്ഷൂട്ടാണെന്ന്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് തകർക്കാൻ രൂപപ്പെടുത്തിയ ഒന്നാണോ AAP? 2010 അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾ ഓർക്കുക. അന്ന് കോൺഗ്രസിനെതിരെ ഉണ്ടായ രാഷ്ട്രീയ സുനാമിയുടെ ഗുണഭോക്താക്കൾ ആരെന്ന് വ്യക്തമാണ്. കൃത്യമായൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ആം ആദ്മി പാർട്ടിക്കില്ല. അവർ പലപ്പോഴും BJPയുടെ ഒരു ലൈറ്റർ വെർഷനായിട്ടാണ് പെരുമാറുന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയപ്പോഴും രാമക്ഷേത്ര നിർമ്മാണ വേളയിലും അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ച നിലപാടുകൾ ഓർക്കുക. BJPയുടെ കോർ ഐഡിയോളജിയെ എതിർക്കുന്നതിന് പകരം അതിനോട് ചേർന്ന് നിൽക്കാനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ AAPയിൽ നിന്ന് BJPയിലേക്ക് പോകാൻ നേതാക്കൾക്ക് വലിയ ഉളുപ്പൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം അവർക്കിടയിൽ വലിയ ആശയപരമായ അകലമില്ല എന്നത് തന്നെയാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷ വോട്ടുകൾ കുറയ്ക്കാനും BJPക്ക് മേധാവിത്വം ഉറപ്പിക്കാനും നടത്തുന്ന ഓപ്പറേഷൻ താമരയുടെ ഭാഗമാണിത്. കഴിഞ്ഞ 2 മാസത്തിനിടെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും ED നടത്തിയ നീക്കങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ വേട്ടയാടൽ. പഞ്ചാബിൽ അശോക് മിത്തലിനെ പൂട്ടിയതോടെ മറ്റു MP മാരും ഭയത്തിലാണ്. സഞ്ജീവ് അറോറ അടക്കമുള്ളവർ ഏത് നിമിഷവും മറുകണ്ഠം ചാടാം. പഞ്ചാബിലെ AAP മന്ത്രിസഭയെ തന്നെ താഴെയിറക്കാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. BJPയെ സംബന്ധിച്ച് കോൺഗ്രസ് അല്ലാത്ത ഒരു പ്രതിപക്ഷം ഉണ്ടാക്കുക എന്നത് തന്ത്രപരമായ ആവശ്യമാണ്. എന്നാൽ ആ ആവശ്യം കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയെയും അവർ വിഴുങ്ങും എന്നതിൻ്റെ തെളിവാണ് ഡൽഹിയിലും പഞ്ചാബിലും ഇപ്പോൾ സംഭവിക്കുന്നത്. രാഘവ് ചദ്ദയുടെ കാര്യം തന്നെ എടുക്കാം. പാർട്ടിയിലെ പ്രധാന മുഖമായിരുന്ന അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി നിശബ്ദനായിരുന്നു. കെജ്രിവാൾ ജയിലിലായപ്പോൾ അദ്ദേഹം വിദേശത്തായിരുന്നു. പാർലമെന്റിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ശ്രദ്ധിക്കുക. വിമാനത്താവളത്തിലെ വടകിട വിലയെക്കുറിച്ചും ടെലികോം കമ്പനികളുടെ കൊള്ളയെക്കുറിച്ചുമായിരുന്നു അദ്ദേഹത്തിന്റെ രോഷം. രാജ്യത്തെ ബാധിക്കുന്ന ഗൗരവകരമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹം തന്ത്രപരമായി മൗനം പാലിച്ചു. ഇത് ഒരു BJP പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു എന്നിപ്പോൾ വ്യക്തമാകുന്നു. ഇതൊരു രാഷ്ട്രീയ ചതിയാണെന്ന് കെജ്രിവാൾ വിളിച്ചു പറയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാകുന്നു. നിങ്ങളുടെ MP മാർ ആശയപരമായി പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അഴിമതി വിരുദ്ധത എന്നത് ഒരു മുദ്രാവാക്യം മാത്രമാണ്. അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല. ആശയപരമായ അടിത്തറയില്ലാത്ത പാർട്ടികൾ അധികാരത്തിൻ്റെയോ ഭീഷണിയുടെയോ മുന്നിൽ തകർന്നു പോകും എന്നതിൻ്റെ പാഠമാണ് പഞ്ചാബിൽ നിന്ന് വരുന്നത്. പഞ്ചാബിലെ വോട്ടർമാർ തിരഞ്ഞെടുത്ത MP മാർ ഇനി ആർക്കു വേണ്ടി രാജ്യസഭയിൽ സംസാരിക്കും? ഉത്തരം വ്യക്തമാണ്: കേന്ദ്രത്തിനു വേണ്ടി. ഇന്ത്യയിലെ ജനാധിപത്യം ഇത്തരത്തിൽ കച്ചവടം ചെയ്യപ്പെടുമ്പോൾ തകരുന്നത് സാധാരണക്കാരന്റെ പ്രതീക്ഷകളാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.